ഹലോ ഓൾ, എബ്സൈം ലേണിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഡിഗ്രി പ്രിലിംസിൻ്റെ നമുക്ക് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹോട്ട് ടോപ്പിക്സ് ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു ടോപ്പിക്കാണ് 5 ഇയർ പ്ലാൻ. ഓക്കെ, അപ്പോൾ നമ്മൾ 5 ഇയർ പ്ലാനിൽ പഠിക്കുന്ന സമയത്ത് ഹിസ്റ്ററി ഓഫ് 5 ഇയർ പ്ലാൻസ് ആണ് നമുക്ക് അറിയേണ്ടത്. ഓക്കെ, സോ ഈ 5 ഇയർ പ്ലാൻ എന്ന് പറയുന്നത് അതിൻ്റെ ടോട്ടൽ ഡ്യൂറേഷൻ വന്നിട്ട് 66 ഇയേഴ്സ് ആണ്. ഓക്കെ, 66 ഇയേഴ്സ് ആണ് ടോട്ടൽ ഡ്യൂറേഷൻ വരുന്നത്. അപ്പോൾ ഈ 66 ഇയേഴ്സ് എന്ന് പറയുമ്പോൾ ഇറ്റ് സ്റ്റാർട്ട്സ് ഫ്രം 1951 ടു 2017. 1951 തൊട്ട് 2017 1951 തൊട്ട് 2017 വരെയാണ് ഈ 5 ഇയർ പ്ലാന് നടന്നിട്ടുള്ളത്. 66 വർഷമാണ് ഉള്ളത്. എത്ര പ്ലാൻസ് ആണ് ഈ ഒരു ടൈം ലിമിറ്റിൽ ഉണ്ടായിട്ടുള്ളത്? 12 5 ഇയർ പ്ലാൻസ് ആണ് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, 66 വർഷം, 12 5 ഇയർ പ്ലാൻ. പ്ലാനിംഗ് അതോറിറ്റി ആരാണ്? പ്ലാനിംഗ് കമ്മീഷൻ. പ്ലാനിംഗ് കമ്മീഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തത് 1950-ലാണ്. 51-ലാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്, 50-ലാണ് എസ്റ്റാബ്ലിഷ് ചെയ്തത്. ഓക്കെ, സോ ആദ്യം ഈ ഒരു 5 ഇയർ പ്ലാൻ ഉണ്ടാവാനായിട്ടുള്ള കാരണം ജോസഫ് സ്റ്റാലിനാണ് ആദ്യമായിട്ട് 5 ഇയർ പ്ലാൻ സോവിയറ്റ് യൂണിയനിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ ഇംപ്ലിമെൻറ്റ് ചെയ്ത വർഷം എന്ന് പറയുന്നത് 1928 സോവിയറ്റ് യൂണിയനിൽ ആദ്യമായിട്ട് 5 ഇയർ പ്ലാൻ ഇംപ്ലിമെൻറ്റ് ചെയ്തത് ജോസഫ് സ്റ്റാലിനാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഐഡിയ എന്താണ് വന്നതെന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഒരു ഡോക്യുമെൻറ്റ് പ്രിപ്പയർ ചെയ്യുകയാണ്. അതിന് വരുന്ന ഇൻകമും എക്സ്പെൻഡിച്ചറും എത്രയാണെന്നുള്ള രീതിക്ക് 5 വർഷത്തോട്ടുള്ള ഒരു ഡോക്യുമെൻ്റ് പ്രിപ്പറേഷനാണ് ഈ 5 ഇയർ പ്ലാനിൽ ഐഡിയ എന്ന് പറയുന്നത്. നമുക്കിവിടെ 2 തരത്തിലുള്ള ബഡ്ജറ്റ് വരാം. ഓക്കെ, പ്ലാൻ ബഡ്ജറ്റ് വരാം, നോൺ പ്ലാൻ ബഡ്ജറ്റ് വരാം. ഈ നോൺ പ്ലാൻ ബഡ്ജറ്റ് എന്ന് പറയുന്നത് ഇയർലി ബേസിസിലുള്ള ബഡ്ജറ്റാണ്. നോൺ പ്ലാൻ. പ്ലാൻ ബഡ്ജറ്റ് എന്ന് പറയുന്നത് അടുത്ത 5 വർഷത്തിന് വേണ്ടിയിട്ടുള്ള പ്ലാൻ ചെയ്ത് ഇറക്കി വെച്ചിട്ടുള്ള ബഡ്ജറ്റ്. ഓക്കെ, അപ്പോൾ ഈ പ്ലാനിംഗ് കമ്മീഷൻ എന്താണ്? പ്ലാനിംഗ് കമ്മീഷൻ്റെ പ്രത്യേകത ഈ ബഡ്ജറ്റ് എല്ലാം ഫോർമുലേറ്റ് ചെയ്ത് അത് ഇംപ്ലിമെൻറ്റ് ചെയ്ത് റെഗുലേറ്റ് ചെയ്യുന്ന ബോഡിയാണ് ഈ പ്ലാനിംഗ് കമ്മീഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഈ പ്ലാനിംഗ് കമ്മീഷൻ ഇപ്പോൾ റീപ്ലേസ്ഡ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഇത് നീതി ആയോഗാണ്. ഓക്കെ, 2015 തൊട്ട് നീതി ആയോഗാണ് ഈ കാര്യങ്ങളെല്ലാം നോക്കുന്നത്. 5 ഇയർ പ്ലാനിൻ്റെ ആദ്യത്തെ ചെയർമാൻ എന്ന് പറയുന്നത് ജവഹർലാൽ നെഹ്റു ആണ്. ഇൻസ്പിറേഷൻ ഞാൻ പറഞ്ഞില്ലേ, സോവിയറ്റ് യൂണിയൻ്റെ ഇൻസ്പിറേഷൻ ആണ് എടുത്തത്. സോവിയറ്റ് യൂണിയനിൽ ഈ ഒരു പ്ലാൻ വന്നത് 1928-ലാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഹിസ്റ്ററി ഓഫ് 5 ഇയർ പ്ലാൻ എന്ന് പറയുന്നത്. എങ്ങനെയാണ് 5 ഇയർ പ്ലാൻ വന്നത് അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്തത്. ഇനി ഒബ്ജക്റ്റീവ്സ് എന്താണെന്ന് നോക്കാം. ഓരോ 5 ഇയർ പ്ലാനിനും ഓരോ ഒബ്ജക്റ്റീവാണ് ഉള്ളത്. അപ്പോൾ എന്തിനാണ് ഈ 5 ഇയർ പ്ലാൻ ഇവിടെ ഫോർമുലേറ്റ് ചെയ്തിട്ടുള്ളത്? നമ്മൾ ഈ ഇംപ്രൂവ്മെൻറ്റിന് വേണ്ടിയിട്ടാണ്, ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് ഇതെല്ലാം ഉള്ളത് അല്ലേ. ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് എന്താണ്? ഇക്കണോമിക് ഡെവലപ്മെൻറ്റ്, ടു അച്ചീവ് എ ഹൈ ഗ്രോത്ത് റേറ്റ്, ടു ഇംപ്രൂവ് ദ ലിവിങ് സ്റ്റാൻഡേർഡ്സ് ഓഫ് ദ സിറ്റിസൺസ്. സെക്കൻഡ് വൺ, സെൽഫ് റിലയൻസ്. അപ്പോൾ നമുക്ക് ഇക്കണോമിക്കൽ ഇൻഡിപെൻഡൻസ് വേണം അല്ലേ. ബാക്കിയുള്ള രാജ്യങ്ങളെ വെച്ച് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുക അല്ലാതെ സ്വന്തമായിട്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഇക്കണോമിക് ഡിസിഷൻസ് എടുക്കാനായിട്ട് പറ്റണം. അടുത്ത കാര്യം എന്ന് പറയുന്നത് എംപ്ലോയ്മെൻ്റ് ആണ്. പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ. നെക്സ്റ്റ് വൺ, പോവേർട്ടി. നമ്മൾക്ക് വളരെ അധികം പോപ്പുലേഷൻ കൂടുന്നതിനനുസരിച്ച് പോവേർട്ടിയും കൂടുതലായിട്ട് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് റെഗുലേറ്റ് ചെയ്യുകയും കൂടെ വേണം. ദെൻ സോഷ്യൽ ജസ്റ്റിസ്, റീജിയണൽ ബാലൻസ്, എക്കണോമിക് സ്റ്റെബിലിറ്റി, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്, അഗ്രികൾച്ചറൽ ഡെവലപ്മെൻറ്റ് ആൻഡ് ഇൻഡസ്ട്രിയൽ ഗ്രോത്ത്. ഇത്രയുമാണ് പ്രൈമറി എയിംസ് ആയിട്ട് കണ്ടിട്ടുണ്ടായിരുന്നത്, അവർ ഒബ്ജക്റ്റീവ് ആയിട്ട് കണ്ടിട്ടുണ്ടായിരുന്നത്. ഓരോ 5 ഇയർ പ്ലാനിലും ഓരോ ഒബ്ജക്റ്റീവാണ് ഉള്ളത്. നമുക്കത് എന്തൊക്കെയാണെന്ന് ഇനി നോക്കാം. ആദ്യത്തെ 5 ഇയർ പ്ലാൻ സ്റ്റാർട്ട് ചെയ്യണത് 1951-ലാണ്. 1951 തൊട്ട് 1956 വരെയുള്ള ആ 5 വർഷമാണ് നമ്മൾ ഫസ്റ്റ് 5 ഇയർ പ്ലാനിൽ പറയണത്. ഓക്കെ, ഫസ്റ്റ് 5 ഇയർ പ്ലാനിൻ്റെ ഫോക്കസ് എന്ന് പറയുന്നത് അഗ്രികൾച്ചർ ആൻഡ് പ്രൈമറി സെക്ടർ ആയിരുന്നു. അപ്പോൾ അന്നത്തെ ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള ജവഹർലാൽ നെഹ്റു സാറാണ് ഇത് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇറ്റ് വാസ് പ്രസൻറ്റഡ് ബൈ ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ജവഹർലാൽ നെഹ്റു ടു ദ പാർലമെൻറ്റ് ഓഫ് ഇന്ത്യ. ഓക്കെ, അതിനുശേഷം ഇത് അഗ്രികൾച്ചറൽ സെക്ടറിലാണ് കൂടുതലും മുൻഗണന കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഫോക്കസ് ഏരിയ എന്ന് പറയുന്നത് അഗ്രികൾച്ചറൽ സെക്ടറാണ്.
ഓക്കെ. അപ്പോൾ അഗ്രികൾച്ചറൽ സെക്ടറിൽ തന്നെ മുൻഗണന കൊടുക്കുക എന്ന് പറയുമ്പോൾ അവരുടെ ഫോക്കസ് എന്തിനായിരുന്നു? ഇൻവെസ്റ്റ്മെൻറ്റ് വന്നിട്ട് ഡാമുകൾക്ക് അല്ലെങ്കിൽ ഇറിഗേഷൻ ഫെസിലിറ്റീസിന് വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ് അവരവിടെ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഫോക്കസ് ഏരിയ അഗ്രികൾച്ചറാണ്. അപ്പോൾ അതിൽ മെയിനായിട്ട് അവർ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യേണ്ടത് എന്തിലായിരുന്നു? ഡാമും പിന്നെ ഇറിഗേഷനുള്ള കാര്യങ്ങൾക്കുമായിരുന്നു. ഓക്കെ. അതേപോലെ അവിടെ വന്നിട്ടുള്ള ഒരു കാര്യമാണ്, ലൊക്കേഷനാണ് ബക്ര നങ്കൽ ഡാം. ഓക്കെ. ബക്ര നങ്കൽ ഡാം എന്ന് പറയുന്നത് ആദ്യത്തെ 5 ഇയർ പ്ലാനിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു കാര്യമാണ്. അത് അച്ചീവും ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ. അത് കഴിഞ്ഞിട്ട് ബേസ്ഡ് ഓൺ ഹെറോഡ് ഡോമർ മോഡൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ വിച്ച് ഈസ് ആക്ച്വലി എക്കണോമിക് ഗ്രോത്ത് ലിങ്ക് ചെയ്യുന്ന ഒരു മോഡലാണ് അതിനകത്ത് പറയുന്നത്. ഇൻവെസ്റ്റ്മെൻറ്റ്, സേവിങ്, ഔട്ട്പുട്ട് റേഷ്യോ എല്ലാം ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന ഒരു മോഡലാണ് ഹെറോഡ് ഡോമർ മോഡൽ. ഓക്കെ. ആ ഒരു മോഡലിൻ്റെ ബേസിലാണ് ഇവർ അച്ചീവ് ചെയ്തിട്ടുണ്ടായിരുന്നത് ആ സമയത്ത്. അപ്പോൾ 1956 എൻഡ് ആകുമ്പോഴേക്കും 5 IITയും എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു ഈ ഒരു പ്ലാൻ വെച്ചിട്ട്. സോ ഫസ്റ്റ് 5 ഇയർ പ്ലാൻ എന്ന് പറയുന്നത് അഗ്രികൾച്ചറൽ ആൻഡ് പ്രൈമറി സെക്ടറിന് വേണ്ടിയിട്ടുള്ളതായിരുന്നു. അഗ്രികൾച്ചറിൽ മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളത് ഡാം ആൻഡ് ഇറിഗേഷൻ ഫെസിലിറ്റി ആയതുകൊണ്ട് തന്നെ അവിടെ അച്ചീവ് ചെയ്തത് എന്തായിരുന്നു? ബക്ര നങ്കൽ ഡാം. അതുകൂടാതെ 5 IITയും കൂടെ അന്ന് തന്നെ അവർ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ 5 ഇയർ പ്ലാൻ ഇറക്കുന്ന സമയത്ത് അവർ ഒരു ടാർഗറ്റ് ഗ്രോത്ത് നോക്കും. ടാർഗറ്റ് ഗ്രോത്തും അതിൽ തന്നെ അവർ അച്ചീവ് ചെയ്ത റേറ്റ് എത്രയാണെന്ന് നമുക്ക് അറിയാൻ പറ്റും. ഈ 5 ഇയർ പ്ലാനിൻ്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് 2.1% ആയിരുന്നു. പക്ഷേ അച്ചീവ് ചെയ്തത് 3.6% ആയിട്ട് അത് അച്ചീവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. 2.1 എന്നുള്ളത് 3.6 ആയിട്ട് തന്നെ അവർക്ക് അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. നെക്സ്റ്റ് വൺ. അപ്പോൾ ഇതൊരു സക്സസ് ആയിട്ട് നമുക്ക് കാണാം. രണ്ടാമത്തെ 5 ഇയർ പ്ലാൻ എന്ന് പറയുന്നത് സ്റ്റാർട്ടിങ് 1956 തൊട്ട് 1961 വരെയാണ്. ഓക്കെ. 1956 തൊട്ട് 1961 വരെയാണ് രണ്ടാമത്തെ 5 ഇയർ പ്ലാൻ ഉള്ളത്. രണ്ടാമത്തെ 5 ഇയർ പ്ലാനിൻ്റെ ഫോക്കസ് ഏരിയ എന്ന് പറയുന്നത് ഹെവി ഇൻഡസ്ട്രീസ് ആണ്. അപ്പോൾ നമ്മൾക്ക് ആദ്യം അഗ്രികൾച്ചറൽ സെക്ടർ പറഞ്ഞല്ലേ, രണ്ടാമത് നമുക്ക് എന്താ വേണ്ടത്? എംപ്ലോയ്മെൻറ്റിന് വേണമല്ലോ. അപ്പോൾ എംപ്ലോയ്മെൻറ്റ് വേണമെന്നുണ്ടെങ്കിൽ ഇൻഡസ്ട്രിയലൈസേഷൻ അവിടെ കൊണ്ടുവരണം. അപ്പോൾ റാപ്പിഡ് ഇൻഡസ്ട്രിയലൈസേഷന് വേണ്ടിയിട്ടാണ് രണ്ടാമത്തെ 5 ഇയർ പ്ലാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. ഇതിലെ ലീഡർ എന്ന് പറയുന്നത് PC മഹാലനോബിസ്. ഓക്കെ. അപ്പോൾ ഇവിടെ മെയിനായിട്ടുള്ള കാര്യം എന്താണെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കണം, സ്ട്രക്ചറൽ ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കണം, പബ്ലിക് സെക്ടർ കുറച്ചുകൂടെ വികസിക്കണം എന്നുള്ള ആ ഒരു മെൻറ്റാലിറ്റിയാണ് അവർക്ക് ആദ്യം ഉണ്ടായിരുന്നത്. സോ സെക്കൻഡ് 5 ഇയർ പ്ലാനിൻ്റെ ഫോക്കസ് ഏരിയ വിൽ ബി ഹെവി ഇൻഡസ്ട്രീസ്. അപ്പോൾ ഹെവി ഇൻഡസ്ട്രീസിൽ ആരാ വരുന്നത്? സ്റ്റീൽ പ്ലാന്റ്സ് ആണ് വരുന്നത്. എവിടെയൊക്കെയാണ്? ഭിലായി, ദുർഗാപൂർ, റോർക്കേലയിലൊക്കെ സ്റ്റീൽ പ്ലാന്റ്സ് ആണ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൂടാതെ പഞ്ചായത്തി രാജ് സിസ്റ്റം ലോഞ്ച് ചെയ്ത പ്ലാനും സെക്കൻഡ് 5 ഇയർ പ്ലാനിലാണ് പഞ്ചായത്തി രാജ് സിസ്റ്റം ലോഞ്ച് ചെയ്തത്. ഇവിടെയുള്ള ടാർഗറ്റ് എന്ന് പറയുന്നത് 4.5% ആയിരുന്നു. ഓക്കെ. ടാർഗറ്റാണ്, ഞാൻ സ്പെല്ലിംഗ് തെറ്റ് എഴുതി. ടാർഗറ്റ് എന്ന് പറയുന്നത് 4.5% ആണ്. ഓക്കെ. അതിനുശേഷം അച്ചീവ് ചെയ്ത പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 4.27 ആണ്. ഓരോ വർഷം കഴിയുന്തോറും അവർ ടാർഗറ്റ് ഇൻക്രീസ് ചെയ്തിട്ടാണ് വരുന്നത്. ഓക്കെ. കാരണം ഡെവലപ്ഡ് ആവണമല്ലോ അതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഏകദേശം ആ ഒരു റേഞ്ചിനടുത്ത് തന്നെ പെർസെൻറ്റേജ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മളതൊരു സക്സസ് ആയിട്ടാണ് കാണുന്നത്. ഓക്കെ. നെക്സ്റ്റ് 5 ഇയർ പ്ലാൻ എന്ന് പറയുന്നത് തേർഡ് 5 ഇയർ പ്ലാൻ വിച്ച് വിൽ ബി സ്റ്റാർട്ടിങ് ഫ്രം 1961 to 1966. സോ തേർഡ് 5 ഇയർ പ്ലാനിൻ്റെ പ്രത്യേകത സെൽഫ് റിലയൻസ് ആണ്. അപ്പോൾ നേരത്തെ പറഞ്ഞില്ലേ നമ്മൾ അഗ്രികൾച്ചറൽ സെക്ടറിലുള്ള കുറച്ച് ഡെവലപ്മെൻറ്റിൻ്റെ കാര്യം പറഞ്ഞു. അപ്പോൾ തേർഡ് 5 ഇയർ പ്ലാനിലും അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ തന്നെയാണ് വരുന്നത്. സെൽഫ് റിലയൻസ്, വേറെ ആൾക്കാരെ ഡിപ്പെൻഡ് ചെയ്യാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ അതിൽ മെയിനായിട്ട് അവർ കാണിച്ചത് അഗ്രികൾച്ചറാണ്. അതിൽ പ്രൊഡക്ഷൻ ഓഫ് വീറ്റ് ആണ് കേട്ടോ കുറച്ചുകൂടെ നോക്കിയിട്ടുള്ളത്. പ്രൊഡക്ഷൻ ഓഫ് മീറ്റ്. അതിൽ തന്നെ ഗ്രീൻ റെവല്യൂഷൻ ഇനീഷ്യേറ്റ് ചെയ്തു. ഗ്രീൻ റെവല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? അഗ്രികൾച്ചറലിനെ ബേസ് ചെയ്തിട്ടുള്ളത് തന്നെയായിരുന്നു. ഓക്കെ. അതേപോലെ പഞ്ചായത്തി രാജ് സിസ്റ്റം ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ രണ്ടാമത്തെ 5 ഇയർ പ്ലാനിൽ? ഇവിടെ തേർഡ് 5 ഇയർ പ്ലാനിൽ വരുന്ന സമയത്ത് പഞ്ചായത്ത് ഇലക്ഷൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഓക്കെ. ഗ്രാസ് റൂട്ട് ലെവലിലോട്ട് ആൾക്കാരിലോട്ട് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് പഞ്ചായത്ത് ഇലക്ഷൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് തേർഡ് 5 ഇയർ പ്ലാനിലാണ്. അപ്പോൾ തേർഡ് 5 ഇയർ പ്ലാനിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതകളിലൊന്നാണ് പഞ്ചായത്ത് ഇലക്ഷൻസ്. അതേപോലെ ഗവൺമെൻറ് പ്ലാൻ ഹോളിഡേയ്സ് ഡിക്ലെയർ ചെയ്തതും ഈ തേർഡ് 5 ഇയർ പ്ലാനിലാണ്. ഓക്കെ. ഗവൺമെൻറ് ഡിക്ലെയർ പ്ലാൻ ഹോളിഡേയ്സ്. ഓക്കെ. അതേപോലെ പഞ്ചായത്ത് ഇലക്ഷൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഓക്കെ. ഈ ഒരു പ്ലാനിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവരുടെ ടാർഗറ്റ് ആക്ച്വലി 5.6% ആയിരുന്നു. പക്ഷേ ഇവർക്ക് ആക്ച്വലി അച്ചീവ് ചെയ്യാൻ പറ്റിയത് വെറും 2.4% ആണ്.
ഓക്കെ, അതിനുള്ള റീസൺ എന്ന് പറയുന്നത് വാർ ആയിരുന്നു കാരണം. ആ ഒരു സമയത്താണ് ഇൻഡോ പാക് വാർ ഉണ്ടായിരുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഈ ഒരു പ്ലാന് ഫെയിലിയർ ആയിട്ടാണ് നമ്മളത് കാണുന്നത്. 3rd 5 year പ്ലാൻ ആണ് ആദ്യത്തെ പ്രോപ്പർ ആയിട്ടുള്ള ഫെയിലിയർ ആയിട്ട് കാണുന്നത്. നെക്സ്റ്റ് വണ്, ഇതിൽ തന്നെ ഞാൻ പ്ലാൻ ഹോളിഡേയുടെ കേസ് പറഞ്ഞല്ലോ. സോ പ്ലാൻ ഹോളിഡേ ആക്ച്വലി വരുന്ന കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 66 തൊട്ട് 69 വരെ ആ ഒരു വാർ ടൈം ആയതുകൊണ്ട് അവിടെ ഇവർക്ക് ബഡ്ജറ്റ് ഒന്നും അവർ ഉണ്ടാക്കിയിട്ടും കാര്യമില്ല. ലൈക്ക് അത് നമുക്ക് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റുന്ന കേസല്ല. സോ 66, 67, 67, 68, 68, 69 ഈ ഒരു ടൈം പീരീഡ് എല്ലാം പ്ലാൻ ഹോളിഡേ ആയിട്ടാണ് കണ്ടിട്ടുള്ളത്. ഓക്കെ, സോ ഈ പ്ലാൻ ഹോളിഡേയ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? അഗ്രികൾച്ചറൽ റിക്കവറി, നമ്മളിപ്പോൾ ഇത്ര നഷ്ടമായ കാര്യങ്ങളൊന്ന് റിക്കവർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൈം പീരീഡ് ആയിട്ടാണ് ആ ഒരു സമയം കണ്ടിരുന്നത്. അപ്പോൾ അടുത്ത പ്ലാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ നിന്നായിരിക്കും? ഈ പ്ലാൻ ഹോളിഡേയ്സ് കഴിഞ്ഞിട്ട്, വിച്ച് മീൻസ് 69 to 74 ആണ് 4th പ്ലാൻ നമ്മൾ പറയുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് നമ്മൾ ഇതിൽ തന്നെ 5 year പ്ലാനിൽ അടുത്ത 4th 5 year പ്ലാൻ അപ്പോൾ എന്താ പറയുന്നത്? ഗ്രോത്ത് വിത്ത് സ്റ്റെബിലിറ്റി ആണ്. ഓക്കെ, ഗ്രോത്ത് വിത്ത് സ്റ്റെബിലിറ്റി. ഇപ്പോൾ 4th 5 year പ്ലാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഇന്ദിരാഗാന്ധിയാണ്. അപ്പോഴത്തെ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള ഇന്ദിരാഗാന്ധിയാണ് അത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ബേസ്ഡ് ഓൺ ഗാഡ്ഗിൽ ഫോർമുല ഒരു ഗ്രോത്തിന് വേണ്ടിയിട്ടും സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ടും സെൽഫ് റിലയൻസിൻ്റെ അതിന് വേണ്ടി ഒരു പ്രോഗ്രസ്സിന് വേണ്ടിയിട്ടാണ് ഈ ഒരു കൈൻഡ് ഓഫ് 4th 5 year പ്ലാൻ ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, ഈ ഒരു പ്ലാനിൻ്റെ അടിസ്ഥാനത്തിൽ ഗവൺമെൻറ് 14 ഇന്ത്യൻ ബാങ്കുകൾ നാഷണലൈസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ബാങ്ക് നാഷണലൈസേഷൻ ആണ് ഇതിൽ വരുന്നത്. അതിൽ 14 ബാങ്ക്സ് ആണ് നാഷണലൈസ് ആയത്. ഓക്കെ, 14 മേജർ ആയിട്ടുള്ള ഇന്ത്യൻ ബാങ്ക്സും നാഷണലൈസ് ആയി. ആൻഡ് ഗ്രീൻ റെവല്യൂഷൻ കുറച്ചുകൂടെ ബൂസ്റ്റ് ചെയ്തതും ഈ ഒരു പ്ലാനിലാണ്, 4th 5 year പ്ലാനിലാണ്. ഓക്കെ, അതുകൂടാതെ ഡ്രോട്ട് പ്രോൺ ഏരിയ പ്രോഗ്രാം ലോഞ്ച് ചെയ്തതും 4th 5 year പ്ലാനിലാണ്. ഓക്കെ, ഡ്രോട്ടിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് അത് ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഡ്രോട്ട് പ്രോൺ ഏരിയ എന്ന് പറഞ്ഞാൽ വരൾച്ച കൂടുതൽ വരാനായിട്ട് സാഹചര്യമുള്ള സ്ഥലങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് അത് ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ടാർഗറ്റ് എന്ന് പറയുന്നതും ഏകദേശം നേരത്തെ പറഞ്ഞ അതേ ടാർഗറ്റാണ്, 5.6% തന്നെയാണ്. പക്ഷേ ആക്ച്വലി അച്ചീവ് ചെയ്യാൻ പറ്റിയത് 3.3% മാത്രമാണ്. ഇതിൽ തന്നെ ഗരീബി ഹട്ടാവോ സ്ലോഗൻ പറയുന്നുണ്ട്. ഗരീബി ഹട്ടാവോ എന്ന് പറഞ്ഞാൽ ഗരീബി മീൻസ് പോവർട്ടി. സോ പോവർട്ടി ഇറാഡിക്കേറ്റ് ചെയ്യാനായിട്ടുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അതിനുശേഷം 5th അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. 5th 5 year പ്ലാനാണ് 1974 to 1979 പോവർട്ടി റിമൂവൽ. അപ്പോൾ ഈ ഗരീബി ഹട്ടാവോ എന്നുള്ള ആ ഒരു സ്ലോഗൻ ഇംപ്ലിമെൻറ്റ് ചെയ്തത് എപ്പോഴാണ്? 5th 5 year പ്ലാനിലാണ്. 5th 5 year പ്ലാനിൽ എംപ്ലോയ്മെൻറ്റ് ഇൻക്രീസ് ചെയ്യണം അല്ലേ? നമുക്ക് പോവർട്ടി മാറ്റണം എന്നുണ്ടെങ്കിൽ അവിടെ എംപ്ലോയ്മെൻറ്റ് ഉണ്ടാവണം. അപ്പോൾ എംപ്ലോയ്മെൻറ്റ് ഇൻക്രീസ് ചെയ്യുന്ന ഒരു കാര്യമാണ് അവിടെ പ്രൈമറി ആയിട്ടുള്ള ഒരു എയിമായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. നെക്സ്റ്റ് അതിൽ തന്നെ 1975 ആയപ്പോൾ ഇലക്ട്രിസിറ്റി സപ്ലൈ ആക്ട് അമെൻഡ് ചെയ്തു. ഓക്കെ, ഇലക്ട്രിസിറ്റി സപ്ലൈ ആക്ട് വിച്ച് മീൻസ് സെൻട്രൽ ഗവൺമെൻറ്റിന് എന്ത് ചെയ്യാം, പവർ ജനറേഷൻ ട്രാൻസ്മിഷനിലോട്ട് എൻ്റർ ചെയ്യാൻ പറ്റുന്ന ഒരു ആക്റ്റാണ് ഈ ഇലക്ട്രിസിറ്റി സപ്ലൈ ആക്ട് എന്ന് പറയുന്നത്. അതേപോലെ നാഷണൽ ഹൈവേ സിസ്റ്റം അനൗൺസ് ചെയ്തതും ഈ ഒരു 5 year പ്ലാനിൽ തന്നെയാണ്, ഇന്ത്യൻ നാഷണൽ ഹൈവേ സിസ്റ്റം. ഓക്കെ, ഇന്ത്യൻ നാഷണൽ ഹൈവേ സിസ്റ്റം അതേപോലെ ഇലക്ട്രിസിറ്റി സപ്ലൈ ആക്റ്റും എയിം ചെയ്തത് 5th 5 year പ്ലാനിലാണ്. ഇവിടെ ടാർഗറ്റ് എന്ന് പറയുന്നത് 4.4% ആയിരുന്നു. നമ്മൾ അച്ചീവ് ചെയ്തത് 4.8% ആയിരുന്നു. ഓക്കെ, 4.4 തൊട്ട് 4.8 വരെ. ഈ ഒരു ടൈം പീരീഡിൽ തന്നെ 1974 to 79 അല്ലേ ഇതിലുള്ളത്. 78 പുതിയ PM വന്നല്ലോ, മൊറാർജി ദേശായി. സോ ആള് ഈ ഒരു പ്ലാന് വന്നിട്ട് റിജക്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. 1978 പുതിയ PM ഈ ഒരു 5th year പ്ലാൻ എന്ന് പറയുന്നത് റിജക്റ്റ് ചെയ്തു. നെക്സ്റ്റ് 6th year പ്ലാൻ എന്ന് അതിന് മുമ്പ് ഇവിടെ കണ്ടോ 1979 കഴിഞ്ഞിട്ട് 1980 തൊട്ട് 85 വരെയാണ് അടുത്ത പ്ലാൻ വരുന്നത്. ആക്ച്വലി 78 റദ്ദാക്കിയ പ്ലാൻ 78 to 80 റോളിംഗ് പ്ലാൻ എന്ന് പറയുന്ന ഒരു സെക്ഷൻ വരുന്നുണ്ട്. 78 to 80 റോളിംഗ് പ്ലാൻ. ഓക്കെ, ഈ റോളിംഗ് പ്ലാൻ എന്ന് പറയുന്നത് പീരീഡ് ഓഫ് ഇൻസ്റ്റെബിലിറ്റി ആയിട്ടാണ് കണ്ടിട്ടുള്ളത്.
ഓക്കെ. ഇൻസ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, അത്രയും കാലം ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ടാണ് ഈ ഒരു പ്ലാൻ വന്നിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് അല്ലേ. അപ്പോൾ അതിൽ 2 ഇയറിൽ ഫെയിലിയർ ആണെങ്കിൽ പോലും ബാക്കിയുള്ള ഇയറിൽ നല്ല രീതിക്ക് ഇമ്പ്രൂവ്മെൻറ്റ് കാണിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയം ജനതാ പാർട്ടി ഗവൺമെൻറ് ആണ് 5th ഇയർ പ്ലാൻ റിജക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അവസാനം എത്തിയപ്പോൾ. അത് കഴിഞ്ഞ് അവർ 6th ഇയർ പ്ലാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ അതിനിടയ്ക്കുള്ള ആ ഒരു ടൈമാണ് 78 to 80 എന്ന് പറയുന്നത്. ഓക്കെ. പക്ഷേ ഇൻ ടേൺ ഇറ്റ് വാസ് ആക്ച്വലി റിജക്റ്റഡ് ബൈ INC എന്ത് ചെയ്തു, 1980 അത് റിജക്റ്റ് ചെയ്തു. വീണ്ടും ഇന്ദിരാഗാന്ധി റീ എലക്റ്റഡ് ആയ സമയത്ത് അത് വീണ്ടും റിജക്റ്റ് ചെയ്യുകയാണ് സംഭവിച്ചത്. അപ്പോൾ ഇതാണ് റോളിംഗ് പ്ലാൻ എന്ന് പറയുന്ന ടൈം പീരീഡ്. പുതിയ PM വന്ന് ഉള്ള സമയം ആ ഒരു 2 വർഷത്തിലാണ് നേരത്തെ ഉണ്ടായിരുന്ന 5th 5-year പ്ലാൻ റിജക്റ്റ് ചെയ്യുകയും പുതിയൊരു പ്ലാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും പിന്നീട് ഇന്ദിരാഗാന്ധി റീ എലക്റ്റഡ് ആയ സമയത്ത് നേരത്തെ ഉണ്ടായിരുന്ന ഈ ജനതാ പാർട്ടി കൊണ്ടുവന്ന പ്ലാൻ അവരെന്ത് ചെയ്തു, റിജക്റ്റ് ചെയ്തു. അതിനുശേഷമാണ് നമുക്ക് 6th 5-year പ്ലാൻ വരുന്നത്. 6th 5-year പ്ലാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 1980 തൊട്ട് 1985 വരെയാണ്. സെയിം തന്നെയാണ് എയിം എടുത്തിട്ടുള്ളത്, പോവർട്ടി ഇറാഡിക്കേഷൻ, കംപ്ലീറ്റ് ആയിട്ട് പോവർട്ടി ഇല്ലാതാക്കാൻ. ഓക്കെ. ഈ ഒരു ഇയർ പ്ലാൻ ആണ് നെഹ്റുവിയൻ സോഷ്യലിസത്തിൻ്റെ എൻഡായിട്ട് നമ്മൾ കണക്കാക്കുന്നത്. ഓക്കെ. എക്കണോമിക് ലിബറേഷന് വേണ്ടിയിട്ട് കുറച്ചുകൂടെ ട്രൈ ചെയ്തിട്ടുള്ള ഒരു ഇയറും കൂടെ ആയിരുന്നു 6th 5-year പ്ലാൻ. ഫാമിലി പ്ലാനിങ് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഇയറാണ് 6th 5-year പ്ലാൻ. നമുക്ക് പോവർട്ടി ഇറാഡിക്കേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, കംപ്ലീറ്റ് ആയിട്ട് മാറ്റണം എന്നുണ്ടെങ്കിൽ അവിടെ പ്രൈമറി ആയിട്ടുള്ള എയിം എന്ന് പറയുന്നത് എംപ്ലോയ്മെൻ്റ് ആണ് അല്ലേ. അപ്പോൾ എംപ്ലോയ്മെൻറ്റ് നമ്മൾ കൊടുക്കുന്ന സമയത്ത് അത്രയും പോപ്പുലേറ്റഡ് ആയിട്ടുള്ളൊരു കൺട്രി വീണ്ടും പോപ്പുലേഷൻ കൂടിക്കൊണ്ട് വരുവാണെങ്കിൽ നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് എന്ത് ചെയ്തു, ഫാമിലി പ്ലാനിങ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഓക്കെ. അതിൽ തന്നെ ശിവരാമൻ കമ്മിറ്റി ദ നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് വാസ് ഓൾസോ എസ്റ്റാബ്ലിഷ്ഡ്. ഓക്കെ. ഇവിടെ ടാർഗറ്റ് വന്നിട്ട് 5.2% ആയിരുന്നു ടാർഗറ്റ് വന്നത്. ഓക്കെ. ബട്ട് ആക്ച്വലി നമ്മൾക്ക് ഡെവലപ്മെൻറ്റ് ഉണ്ടായത് 5.7% ആണ്. ഇത് ഒരു സക്സസ് ആയിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത് 6th 5-year പ്ലാൻ. നെക്സ്റ്റ് 7th 5-year പ്ലാൻ വിച്ച് സ്റ്റാർട്ട്സ് ഫ്രം 1985 to 1990. 85 തൊട്ട് 90 വരെ ഇത് ലീഡ് ചെയ്തത് രാജീവ് ഗാന്ധിയാണ്. ഓക്കെ. ഇൻഡസ്ട്രിയൽ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലാൻ ആയിരുന്നു 7th 5-year പ്ലാൻ. ഇൻഡസ്ട്രിയൽ പ്രൊഡക്ടിവിറ്റി. ഓക്കെ. ഇതല്ലാതെ ബാക്കി ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയായിരുന്നു, ഫുഡ് ഗ്രെയിൻസിൻ്റെ പ്രൊഡക്ഷൻ കൂട്ടാൻ വേണ്ടിയിട്ട്, സോഷ്യൽ ജസ്റ്റിസ് നടപ്പാക്കാൻ വേണ്ടിയിട്ട്, ഇക്കണോമിക് പ്രൊഡക്ടിവിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടൊക്കെ ഈ ഒരു പ്ലാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ. അപ്പോൾ നേരത്തെ 6th 5-year പ്ലാൻ ആക്ച്വലി ഉണ്ടായതിൻ്റെ ഒരു ബേസിസിലും കൂടെയാണ്, അതാണ് ഒരു ബേസായിട്ട് 7th വെച്ചേക്കുന്നത്. ആ ഒരു പോവർട്ടിയുടെ ഇറാഡിക്കേഷന് വേണ്ടിയിട്ട് കുറേയൊക്കെ സഹായിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അതിനുശേഷം ആൻറ്റി പോവർട്ടി പ്രോഗ്രാംസ് കൊണ്ടുവന്നു. പുതിയ ടെക്നോളജികൾ യൂസ് ചെയ്തിട്ട് ഇന്ത്യനെ എങ്ങനെ നമുക്കൊരു ഇൻഡിപെൻഡൻറ്റ് എക്കണോമി ആക്കാമെന്നുള്ള തരത്തിലുള്ള അച്ചീവ്മെൻറ്റ്സ് അല്ലെങ്കിൽ എയിമൊക്കെ കൊണ്ടുവന്നത് 7th 5-year പ്ലാനിലാണ്. ഓക്കെ. 2020 ആകുമ്പോഴേക്കും എന്തൊക്കെ കാര്യങ്ങളിലാണ് ഇന്ത്യക്ക് ഇമ്പ്രൂവ്മെൻറ്റ് വേണ്ടത്, സെൽഫ് സസ്റ്റെയിൻഡ് ആയിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള ആ ഒരു കാര്യങ്ങളെല്ലാം കൊണ്ടുവന്നത് ഏതിലായിരുന്നു, 7th 5-year പ്ലാനിലായിരുന്നു. 7th 5-year പ്ലാനിൽ ടാർഗറ്റ് അച്ചീവ്മെൻറ്റ് എന്ന് പറയുന്നത് 5ഉം ആക്ച്വൽ അച്ചീവ്മെൻറ്റ് എന്ന് പറയുന്നത് 6.01% ആണ്. ഓക്കെ. അതിനുശേഷമാണ് ആനുവൽ പ്ലാൻ വിച്ച് ഇസ് 1989 തൊട്ട് 1991 വരെയുള്ള ആനുവൽ പ്ലാൻ വരുന്നത്. ഈ ആനുവൽ പ്ലാൻ്റെ കേസിൽ ഒരു കൺഫ്യൂഷൻ നിലനിൽക്കുന്നുണ്ട്. ഇത് 89 to 91 അല്ല, ആക്ച്വലി 90 to 92 ആണ്. ഓക്കെ. അവിടെ എന്താണെന്ന് പറഞ്ഞാൽ ഇക്കണോമിക് ഇൻസ്റ്റെബിലിറ്റി ഉണ്ടായി ആ ഒരു സമയത്ത്. ഓക്കെ. ഫോറിൻ എക്സ്ചേഞ്ചിൻ്റെ ക്രൈസിസും ഇൻസ്റ്റെബിലിറ്റി എല്ലാം ഉണ്ടായതുകൊണ്ട് ആനുവൽ പ്ലാൻ 90 തൊട്ട് 92 വരെയാണ് ഇതിൽ പറയുന്നത്. ഗ്ലോബലൈസേഷൻ എല്ലാം ഇൻട്രൊഡ്യൂസ് ചെയ്ത സമയമായിരുന്നു അത്. അപ്പോഴത്തെ PM എന്ന് പറയുന്നത് നരസിംഹറാവു ആയിരുന്നു. ഓക്കെ. അതിനുശേഷമാണ് അടുത്ത 5-year പ്ലാൻ 8th വരുന്നത് 92 തൊട്ട് 1997 വരെയാണ്. അപ്പോൾ 1990 7th എൻഡ് ചെയ്തത്. അതിനുശേഷം 90 തൊട്ട് 92 വരെ നമ്മൾ ആനുവൽ പ്ലാൻ ആയിട്ടാണ് കാണുന്നത്. ഓക്കെ. 8th വന്നിട്ട് ഇക്കണോമിക് റിഫോംസ് കൊണ്ടുവന്നു. കാരണം അത്രയും താഴെ ഇക്കണോമിക് ഇൻസ്റ്റെബിലിറ്റി ഉണ്ടായതിനു ശേഷം നമുക്ക് തിരിച്ചു വരണമല്ലോ. അപ്പോൾ അവിടെ 8th മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തത് എഗെയിൻ മോഡേണൈസേഷൻ ഓഫ് ഇൻഡസ്ട്രീസ് ആയിരുന്നു. ഇൻഡസ്ട്രിയൽ മോഡേണൈസേഷൻ, പോപ്പുലേഷൻ കൺട്രോൾ ചെയ്യാനായിട്ട് വീണ്ടും കുറച്ചുകൂടെ മെഷേഴ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. പോവർട്ടി റെഡ്യൂസ് ചെയ്യണമായിരുന്നു, എംപ്ലോയ്മെൻറ്റ് ജനറേറ്റ് ചെയ്യണമായിരുന്നു, പിന്നെന്താ ഇൻഫ്രാസ്ട്രക്ചർ നമുക്ക് ഡെവലപ്പ് ചെയ്യണം, ടൂറിസം മാനേജ് ചെയ്യണം. ഓക്കെ. അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഈ 8th പ്ലാനിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അച്ചീവ് ചെയ്തത് എന്താണ്, പോസ്റ്റ് ലിബറൈസേഷൻ ഗ്രോത്ത്. ഇപ്പോൾ ലിബറലൈസേഷൻ ഉണ്ടായത് ആനുവൽ പ്ലാനിൻ്റെ സമയത്താണ്. അപ്പോൾ അതിനുശേഷം
കുറച്ചുകൂടെ എക്കണോമിനെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യണമല്ലോ, അത് ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടായിരുന്നു 8th 5-year പ്ലാനിൽ. ടാർഗറ്റ് വാസ് ആക്ച്വലി 5.6%. അച്ചീവ് ചെയ്ത പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 6.8% ആണ്. അതിനുശേഷം 9th 5-year പ്ലാൻ വിച്ച് സ്റ്റാർട്ട്സ് ഫ്രം 1997 to 2002. ക്വാളിറ്റി ഓഫ് ലൈഫ് ഇംപ്രൂവ് ചെയ്യാനായിട്ടുള്ള ഒരു പ്ലാൻ ആയിരുന്നു 9th പ്ലാൻ. 50-ാം വർഷം ഇന്ത്യക്ക് ഇൻഡിപെൻഡൻസ് കിട്ടിയിട്ട് 50 വർഷം ആവുന്ന സമയമായിരുന്നു. അടൽ ബിഹാരി വാജ്പേയി ആയിരുന്നു അന്നത്തെ പ്രൈം മിനിസ്റ്റർ. സെയിം തന്നെയാണ്, ക്വാളിറ്റി ലൈഫ് നമ്മൾ ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? പോവർട്ടി എലിമിനേറ്റ് ചെയ്യണം. സെയിം പോവർട്ടി എലിമിനേറ്റ് ചെയ്യാനുള്ള റിലേഷൻഷിപ്സ് ഒക്കെയാണ് അവിടെ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് ഗ്രോത്ത് ഉണ്ടാവും വേണം, ക്വാളിറ്റി ഓഫ് ലൈഫ് ഇമ്പ്രൂവ് ചെയ്യുകയും വേണം. അതാണ് അവരുടെ മെയിൻ ആയിട്ടുള്ള എയിം ഉണ്ടായിരുന്നത്. ഇപ്പോൾ സോഷ്യൽ ഡിസഡ്വാൻറ്റേജസ് ഓരോ ക്ലാസ് തമ്മിൽ, അല്ലെങ്കിൽ പ്രൈമറി എഡ്യൂക്കേഷൻ, കുട്ടികൾക്ക് എഡ്യൂക്കേഷൻ ഇല്ലാത്ത അവസ്ഥയൊക്കെ വന്നിട്ടുണ്ടായിരുന്നല്ലോ, അതെല്ലാം മാറ്റാൻ വേണ്ടിയിട്ട് കൂടെയാണ് 9th 5-year പ്ലാൻ ഉണ്ടായിരുന്നത്. 9th 5-year പ്ലാനിൻ്റെ സമയം ടാർഗറ്റ് ഉണ്ടായിരുന്നത് 7.1% ആയിരുന്നു. 7.1% ആണ്. ആക്ച്വൽ അച്ചീവ് ചെയ്തത് 6.8% ആയിരുന്നു. ദെൻ 10th 5-year പ്ലാൻ 2002 തൊട്ട് 2007 വരെയുള്ളതാണ് 10th 5-year പ്ലാനിൽ പറയുന്നത്. ഇൻക്ലൂസീവ് ഗ്രോത്ത് ആണ് അവിടെയുള്ള എയിം. ഇൻക്ലൂസീവ് ഗ്രോത്ത്. പോവർട്ടി വന്നിട്ട് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഇറാഡിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു സത്യം അപ്പോഴേക്കും അവർക്കത് മനസ്സിലായി. അപ്പോൾ എന്താ ചെയ്തത്? എന്താണോ അപ്പോൾ ഉള്ള പ്രശ്നം, പോവർട്ടി എത്രത്തോളം ഉണ്ടോ അതിൻ്റെ ഹാഫായിട്ട് റെഡ്യൂസ് ചെയ്യാനായിട്ടാണ് നോക്കിയിട്ടുണ്ടായിരുന്നത്. റെഡ്യൂസിങ് പോവർട്ടി ബൈ ഹാഫ്. അതേപോലെ റീജിയണൽ ഇനീക്വാലിറ്റീസ് നല്ലോണം ഉണ്ടായിരുന്ന സമയമായിരുന്നു. അതും നമുക്ക് എന്ത് ചെയ്യണം? റെഡ്യൂസ് ചെയ്യണം. ജെൻഡർ ഗ്യാപ്പ് റെഡ്യൂസ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളെല്ലാം കൊണ്ടുവന്നത് 10th 5-year പ്ലാനിലാണ്. അതാണ് ഇൻക്ലൂസീവ് ഗ്രോത്ത്. ഓക്കെ. എഡ്യൂക്കേഷൻ ഹെൽത്ത് സെക്ടറും കൂടെ കുറച്ചുകൂടെ ബൂസ്റ്റ് ചെയ്യണമായിരുന്നു. അത് ബൂസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ടാർഗറ്റ് വാസ് 8.1%. ആക്ച്വൽ ഗ്രോത്ത് എന്ന് പറയുന്നത് 7.6% ആണ്. നെക്സ്റ്റ് ഈസ് അബൌട്ട് ദ 11th 5-year പ്ലാൻ. 11th 5-year പ്ലാനിൽ ഹയർ എഡ്യൂക്കേഷൻ കുറച്ചുകൂടെ ഇൻക്രീസ് ചെയ്യാനായിട്ടാണ് നോക്കിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ. ഹയർ എഡ്യൂക്കേഷൻ ഇൻക്രീസ് ചെയ്യണം. അതേപോലെ എൻവിറോൺമെൻറ്റൽ സസ്റ്റൈനബിലിറ്റി ഉണ്ടാവണം. ജെൻഡർ ഇനീക്വാലിറ്റി കുറയ്ക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ 11th 5-year പ്ലാനിലും ഉണ്ടായിരുന്നു. ഓക്കെ. സോ ഇത് പ്രിപ്പയർ ചെയ്തത് ശ്രീ രംഗരാജനാണ്. സോ അതേപോലെ തന്നെ ഡ്രിങ്കിങ് വാട്ടർ, ക്ലീൻ ഡ്രിങ്കിങ് വാട്ടർ ഫോർ ഓൾ എന്നുള്ള ഒരു കാര്യം 2007 തൊട്ട് 12 വരെ ആണല്ലോ. 2009 ആകുമ്പോഴേക്കും എല്ലാവർക്കും ശുദ്ധജലം കിട്ടണം, ക്ലീൻ ഡ്രിങ്കിങ് വാട്ടർ കിട്ടണം എന്നുള്ള പ്ലാനോടെ 11th 5-year പ്ലാനിൽ ഇൻക്ലൂഡഡ് ആയിരുന്നു. അതേപോലെ ഹയർ എഡ്യൂക്കേഷനിൽ തന്നെ സ്കിൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് അച്ചീവ് ചെയ്യാൻ അവർക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. ഓക്കെ. ഇത്രയും കാര്യങ്ങളാണ് 11th 5-year പ്ലാനിലുള്ളത്. ലാസ്റ്റ് ആൻഡ് ദ ഫൈനൽ വൺ ഇസ് 12th 5-year പ്ലാൻ വിച്ച് സ്റ്റാർട്ട്സ് ഫ്രം 2012 to 2017. കുറേ കൂടെ ഫാസ്റ്ററായിട്ട് ഗ്രോത്ത് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഇതിൽ ട്രൈ ചെയ്തിട്ടുള്ളത്. എല്ലാ വില്ലേജുകളിലും ഇലക്ട്രിസിറ്റി സപ്ലൈ എന്നുള്ള ഒരു പ്ലാൻ കൊണ്ടുവന്നത് 12th 5-year പ്ലാനിലാണ്. ഓക്കെ. ഇൻഫ്രാസ്ട്രക്ചറിലുള്ള കുറച്ചുകൂടെ പ്രോജക്ട്സ് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു കാര്യങ്ങളും എല്ലാം ഫാസ്റ്ററായിട്ട് ഗ്രോത്ത് ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങളാണോ ചെയ്യേണ്ടത് അതെല്ലാം 12th 5-year പ്ലാനിലാണ് കൊണ്ടുവന്ന് അപ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആക്ച്വലി ടാർഗറ്റ് വാസ് 9%. ഓക്കെ. അതിൽ 8% വരെയൊക്കെയാണ് ആക്ച്വൽ ഗ്രോത്ത് ഉണ്ടായിട്ടുള്ളത്. ലാസ്റ്റ് 5-year പ്ലാനാണ് 12th 5-year പ്ലാൻ. ഓക്കെ. സസ്റ്റൈനബിലിറ്റി ആണ് ഇപ്പോൾ മെയിനായിട്ട് പറയുമ്പോൾ വില്ലേജസിലോട്ട് ഇലക്ട്രിസിറ്റി സപ്ലൈ കൊടുക്കുന്നത്, ഇൻഫ്രാസ്ട്രക്ചർ പ്രൊഡക്ട്സ് കുറച്ചുകൂടെ സ്ട്രെങ്തൻ ചെയ്യുന്നത്, പിന്നെ ഹയർ എഡ്യൂക്കേഷൻ കുറച്ചുകൂടെ എന്താ പറയുക സ്ട്രെങ്തൻ ആക്കുന്നത്, ആൾക്കാർക്ക് എഡ്യൂക്കേഷൻ്റെ ക്വാളിറ്റി കൂട്ടുന്നതെല്ലാം 12th 5-year പ്ലാനിലാണ് വന്നിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ആ സിസ്റ്റം ഫുള്ളായിട്ട് ഡിസ്കണ്ടിന്യൂ ആയിപ്പോയി. 2017 വരെയാണ് ഇതിലുള്ളത്. ബട്ട് ആക്ച്വലി 2015 തൊട്ട് അത് ഡിസ്കണ്ടിന്യൂ ആയി. January 1, 2015 നമുക്ക് പ്ലാനിംഗ് കമ്മീഷന് പകരം വരുന്ന ഒരു കമ്മീഷനാണ് നീതി ആയോഗ്. നീതി ആയോഗ് എന്ന് പറയുന്നത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ. ഓക്കെ. അപ്പോൾ പുതിയ പ്ലാനിംഗ് അപ്രോച്ച് എന്തായിരുന്നു നീതി ആയോഗിൻ്റെ? 3-year ആക്ഷൻ പ്ലാൻസ് ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നത്. 2017 ഏപ്രിലിൽ 3-year ആക്ഷൻ പ്ലാൻസ് ഇവർ ഇംപ്ലിമെൻറ്റ് ചെയ്തു. അന്നത്തെ ചെയർപേഴ്സൺ എന്ന് പറയുന്നത് പ്രൈം മിനിസ്റ്റർ ആയിരുന്നു. വൈസ് ചെയർപേഴ്സൺ വന്നിട്ട് പ്രൈം മിനിസ്റ്റർ തന്നെ അപ്പോയിൻറ്റ് ചെയ്യുന്ന ഒരാളായിരിക്കും. ഓക്കെ. ജനറൽ കൗൺസിൽ എന്ന് പറയുന്നതിൽ CM, എല്ലാ സ്റ്റേറ്റുകളിലെ CM ഉണ്ടാവും. ഓക്കെ. പിന്നെ യൂണിയൻ ടെറിട്ടറി കൗൺസിൽസിലെ ഗവൺമെൻറ് അവരും എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ് നമ്മൾ ജനറൽ കൗൺസിലായിട്ട് പറയുന്നത്. റീജിയണൽ കൗൺസിൽ ഉണ്ട്, എന്ന് വെച്ചാൽ സ്പെസിഫിക് ഇഷ്യൂസിന് മാത്രം വേണ്ടിയിട്ടുള്ള ഒരു കമ്മിറ്റി. അതിലും CMഉം ഗവർണറും ഉണ്ടായിരിക്കും. അങ്ങനെയാണ് ഈ ഒരു നീതി ആയോഗ് ഉള്ളത്. ചെയർപേഴ്സൺ, വൈസ് ചെയർപേഴ്സൺ ഉണ്ടാവും, ജനറൽ കൗൺസിൽ ഉണ്ടാവും,
പിന്നെ റീജിയണൽ കൗൺസിൽ ഉണ്ടാവും. ഓക്കെ, ഇനി അതുകൂടാതെ മെമ്പർഷിപ്പുകളുണ്ട്. 2 ടൈപ്പ് ഓഫ് മെമ്പർഷിപ്സും ഇതിനകത്ത് വരുന്നുണ്ട്. പിന്നെ CEO ഉണ്ട്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് നീതി ആയോഗിൽ ഉള്ള പ്ലാനിംഗ് കമ്മിറ്റിയിലുള്ള ആൾക്കാരെന്ന് പറയുന്നത്. അപ്പം ഇവരുടെ മേജർ ആയിട്ടുള്ള ഇനീഷ്യേറ്റീവ് എന്ന് പറയുന്നത് SDG ഇന്ത്യ ഇൻഡെക്സ് ആയിരുന്നു. പിന്നെ അതേപോലെ ഇന്നൊവേഷൻ വേണ്ടിയിട്ടുള്ള കൂടുതലായിട്ടുള്ള സ്റ്റാർട്ടപ്സിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇതിനകത്തൊരു എയിമായിട്ട് അവർ കണ്ടിട്ടുണ്ടായിരുന്നു. സോ നീതി ആയോഗ് എന്ന് വന്നത് നമ്മൾ ഈ 5 year പ്ലാനിനെ റീപ്ലേസ് ചെയ്യുന്നതാണല്ലോ. അപ്പോൾ 15 year വിഷൻ ഡോക്യുമെൻറ്റ്. സോ ദ ലോങ് ടേം സ്ട്രാറ്റജിക് വിഷൻ സ്പാനിങ് 2017 to 18 to 2031 to 38 15 വർഷത്തോട്ടുള്ള പ്ലാനാണ്, വിഷനാണ് അവർ കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ ഈ 15 വർഷത്തിലെ വിഷൻ എന്ന് പറയുമ്പോൾ സ്ട്രാറ്റജി അവർ ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് എന്തിലായിരുന്നു? 7 yearന് വേണ്ടിയിട്ടുള്ളതായിരുന്നു. 7 year സ്ട്രാറ്റജി. പക്ഷേ ആക്ഷൻ പ്ലാൻ എടുക്കുന്നത് 3 yearലാണ്, ഷോർട്ട് ടേം ആയിട്ടുള്ളത്. ഓക്കെ, ഇതാണ് പുതിയൊരു അപ്രോച്ചായിട്ട് അവർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. ഇതിൽ കീ എക്കണോമിക് പ്ലാനിങ് മോഡൽസ് ഇൻ ഇന്ത്യ. നീതി ആയോഗിൽ നമുക്ക് മെയിനായിട്ട് നോക്കേണ്ട കാര്യങ്ങൾ എന്താണ്? അവരുടെ സ്ട്രാറ്റജി കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ടുണ്ട് അല്ലേ? സോ എങ്ങനെയാണ് സ്ട്രാറ്റജി മാറിയിട്ടുണ്ടായിരുന്നത്? സ്റ്റാർട്ടിങ് ഫ്രം നമ്മൾ 5 year പ്ലാൻ എന്നുള്ളത് 15 year വിഷൻ ഡോക്യുമെൻറ്റ്, 7 year സ്ട്രാറ്റജി ആൻഡ് 3 year ആക്ഷൻ പ്ലാൻ ആയിട്ട് അത് മാറി. ഓക്കെ, ഇനി ഇത്രയും നേരം നമ്മൾ പറഞ്ഞ 5 year പ്ലാനിലാണെങ്കിലും നീതി ആയോഗിലാണെങ്കിലും ഉണ്ടായിരുന്ന ഇക്കണോമിക് പ്ലാനിങ് മോഡൽസ് എന്താണെന്നും കൂടെ നമ്മളിതിൽ നോക്കാം. ഓക്കെ, ഫസ്റ്റ് വൺ ഇസ് ബോംബെ പ്ലാൻ. ബോംബെ പ്ലാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത് 1944 ബോംബെ പ്ലാൻ എന്ന് പറയുന്നത്, ബോംബെ മീൻസ് ഇൻഡസ്ട്രിയലിസ്റ്റിന് വേണ്ടിയിട്ടുള്ളൊരു പ്ലാനായിട്ടാണ് അത് കണക്കാക്കിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ടു റെഡ്യൂസ് ഇൻഫ്ലേഷൻ. സോ ഇറ്റ് അബോളിഷ് ദ സെമീൻദാരി സിസ്റ്റം ടു റീസ്ട്രക്ചർ ലാൻഡ് ഓണർഷിപ്പ്, പ്രയോറിറ്റൈസ്ഡ് റാപ്പിഡ് എക്സ്പാൻഷൻ ഓഫ് എസെൻഷ്യൽ ആൻഡ് കൺസ്യൂമർ ഗുഡ് സെക്ടേഴ്സ് and promoted small, medium and cottage industries for rural employment, emphasized industrial growth to counteract inflationary pressures. അപ്പോൾ നമുക്ക് ഇൻഫ്ലേഷൻ ഉണ്ടാകുന്ന സമയത്ത് അത് ഹാൻഡിൽ ചെയ്യാനുള്ളൊരു പ്ലാനാണ് ബോംബെ പ്ലാൻ. നല്ലോണം ഹെവി ആയിട്ടുള്ള ഇൻഡസ്ട്രീസും അല്ലെങ്കിൽ അങ്ങനത്തെ വലിയ വലിയ കമ്പനീസ് മാത്രമല്ലാതെ റൂറൽ ഏരിയാസിലോട്ട്, വില്ലേജ് ഏരിയാസിലോട്ട് വളരെ ചെറിയ രീതിക്കുള്ള ഇൻഡസ്ട്രീസും കൂടെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു പ്ലാനായിരുന്നു ബോംബെ പ്ലാൻ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത പ്ലാനാണ് ഗാന്ധിയൻ പ്ലാൻ. സോ ഗാന്ധിയൻ പ്ലാൻ എന്തായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്? സെയിം തന്നെയാണ്, സ്മോൾ സ്കെയിൽ ആയിട്ടുള്ള കോട്ടേജ് ഇൻഡസ്ട്രീസിന് വേണ്ടിയിട്ടായിരുന്നു ഈ ഒരു പ്ലാൻ ഉണ്ടായിരുന്നത്. സ്മോൾ സ്കെയിൽ കോട്ടേജ് ഇൻഡസ്ട്രീസ്, വളരെ ചെറിയ രീതിക്ക് വില്ലേജിലൊക്കെ കൈത്തറി ആയിട്ട് നമ്മൾ പറയില്ലേ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതായിരുന്നു ഗാന്ധിയൻ പ്ലാൻ. അതിനുശേഷം വന്നിട്ടുള്ളതാണ് പീപ്പിൾസ് പ്ലാൻ. MN റോയ് ഫോർമുലേറ്റ് ചെയ്ത പ്ലാനാണ് പീപ്പിൾസ് പ്ലാൻ. ഓക്കെ, സോ ഫോക്കസ്ഡ് ഓൺ ഇൻക്രീസിങ് അഗ്രികൾച്ചറൽ പ്രൊഡക്ടിവിറ്റി ആൻഡ് ഫുഡ് സെക്യൂരിറ്റി. പ്രൊഡക്ടിവിറ്റി എങ്ങനെയാണ് കൂട്ടുന്നത്? അഗ്രികൾച്ചറൽ സെക്ടറിലുള്ള പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാനായിട്ടാണ് പീപ്പിൾസ് പ്ലാൻ ഉണ്ടായത്. അതിനുശേഷം സർവോദയ പ്ലാൻ ഉണ്ടായിട്ടുണ്ട്. സർവോദയ എന്ന് പറയുന്നത് എന്തായിരുന്നു? സെയിം തന്നെ നമ്മൾ ഗാന്ധിയൻ പ്ലാനിൻ്റെ തന്നെ കുറച്ചുകൂടെ ഇംപ്രൂവ്ഡ് ആയിട്ടൊരു വേർഷനാണ് സർവോദയ പ്ലാനിൽ പറയുന്നത്. കോട്ടേജ് ഇൻഡസ്ട്രീസ് ഒന്ന് ഇൻക്രീസ് ചെയ്യാൻ, പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻഡിപെൻഡൻസിന് ശേഷം ഇമ്പോർട്ടഡ് ടെക്നോളജിയും അതേപോലെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ പ്രൊമോട്ട് ചെയ്യാൻ, പ്രയോറിറ്റൈസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു സർവോദയ പ്ലാൻ ഉണ്ടായിരുന്നത്. ഹരോദ് ദാമോദർ മോഡൽ ഞാൻ ഡാമിൻ്റെ കേസ് പറഞ്ഞപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് 5 year പ്ലാനിൽ അവർ യൂസ് ചെയ്ത മോഡലാണ് ഹരോദ് ദാമോദർ മോഡൽ. ദെൻ നെഹ്റു മഹാനബുലിസ് മോഡൽ സെക്കൻഡ് 5 year പ്ലാനിൽ വരുന്ന മോഡലാണ്. ഇതിൽ വന്നിട്ട് നമ്മൾ എക്കണോമി എങ്ങനെയാണ് ഡിവൈഡ് ചെയ്യുന്നത്? കൺസ്യൂമർ ഗുഡ്സ് ആയിട്ടും ക്യാപിറ്റൽ ഗുഡ് സെക്ടേഴ്സായിട്ടും നമ്മൾ ഡിവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, പബ്ലിക് ഇൻവെസ്റ്റ്മെൻറ്റ്, നല്ല ഇൻഡസ്ട്രീസിലോട്ട് പബ്ലിക് തന്നെ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ കൊടുക്കുന്നൊരു മോഡലാണ് ഇതിൽ പറഞ്ഞേക്കുന്നത്. ദെൻ മൻമോഹൻ മോഡൽ വരുന്നുണ്ട്, വിച്ച് മീൻസ് നരസിംഹറാവു ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ കമ്പൈൻഡ് ആയിട്ടുള്ളൊരു മോഡലാണ് അവിടെ പറയുന്നത്. ഈ ഒരു സെക്ഷൻ അങ്ങനെ നമുക്ക് ക്വസ്റ്റ്യൻസ് അധികം ചോദിക്കാറില്ല, പക്ഷേ സ്റ്റിൽ മോഡൽസ് ഞാനിവിടെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തെന്ന് മാത്രം. ഓക്കെ, അപ്പോൾ ഈ ഒരു നോട്ട് ഞാൻ നമ്മുടെ ടെലഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇതൊന്നൊരു ഐഡിയ കിട്ടും. ഇതല്ലാതെ എൻ്റെ അടുത്ത് ഒരു ഹാൻഡ് റിട്ടൺ നോട്ട് ഉണ്ട്. അതിനകത്താണ് ഞാൻ ടാർഗറ്റ്സ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. ടാർഗറ്റ്സും പിന്നെ പോയിൻ്റ് ആയിട്ടാണ് ഞാൻ അതിനകത്ത് എഴുതിയേക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു PDF ഒന്ന് വായിച്ചിട്ട് ആ നോട്ട്സ് ഒന്ന് റെഫർ ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് മോർ കുറച്ചുകൂടെ അത്യാവശ്യം നല്ല രീതിക്ക് ഒരു ഇൻഫർമേഷൻ അതിന് കിട്ടുന്നുണ്ട്. നമുക്ക് എങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചോദിച്ചാലും അപ്പോൾ ഇതൊന്ന് അപ്ലൈ ചെയ്യാനായിട്ട് നമുക്ക് ആപ്ലിക്കേഷൻ ലെവൽ അങ്ങനെ ചോദിക്കില്ല. നെയിം എടുത്തിട്ട് അങ്ങനെ ചോദിക്കില്ല. ഈ ഒരു 5 year പ്ലാനിൽ നിങ്ങൾക്ക് ഏതാണ് അച്ചീവ്, എയിമാണ് മെയിനായിട്ടുള്ളത്. ഏതൊക്കെ എയിംസാണ് ഏതൊക്കെ ഇയറിലാണ് നമുക്ക് അവർ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്, അത് ഏതൊക്കെയാണ് അച്ചീവ് ചെയ്തിട്ടുള്ളതാണ് മെയിനായിട്ട് നമുക്ക് അറിയേണ്ടത്. അതല്ലാതെ ഇടയ്ക്ക് ഇങ്ങനെ ഗ്യാപ്പ് വരുന്ന സ്ഥലങ്ങളുണ്ട്. ആനുവൽ പ്ലാൻ,
റോളിംഗ് പ്ലാൻ, അത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, സോ ഇത്രയാണ് 5 ഇയർ പ്ലാനിൽ നമുക്ക് പഠിക്കാനുള്ള കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഞാനിത് കോൺസെപ്റ്റായിട്ടാണ് പറഞ്ഞു തന്നിട്ടുള്ളത്, ഇത് എക്സാം ബേസിസിലല്ല ഞാൻ പറഞ്ഞിട്ടുള്ളത്. കാരണം ഈ 5 ഇയർ പ്ലാൻ എന്ന് പറയുന്നത് നിങ്ങൾ ഏത് എക്സാം എഴുതുവാണെങ്കിലും ഇമ്പോർട്ടൻ്റ് ആണ്. RRB ആണെങ്കിലും SSC ആണെങ്കിലും PSC ആണെങ്കിലും ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ ഫുൾ കോൺസെപ്റ്റ് പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് ഡിഗ്രി പ്രിലിംസിന് എക്സാമിന് ഈ ഒരു സെക്ഷനിൽ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത് എന്നുള്ളത് ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമ്മൾ ടെസ്റ്റ് സീരീസ് ഇപ്പോൾ ഓൺഗോയിങ് ആണ്. മോക്ക് ടെസ്റ്റിൻ്റെ സീരീസ് ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഇന്നലെ ഞാൻ കമ്പ്യൂട്ടർ ആയിരുന്നു നോക്കിയിട്ടുണ്ടായിരുന്നത്. ഇന്ന് കമ്പ്യൂട്ടറിൻ്റെ ഒരു വീഡിയോ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസും കൂടെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിൽ കൂടെ തന്നെ നമുക്ക് 5 ഇയർ പ്ലാനിൽ കഴിഞ്ഞ പ്രീവിയസ് ഇയർ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണോ ചോദിച്ചിട്ടുള്ളത് അതിൻ്റെ ഒരു ടെസ്റ്റ് കൂടെ ഞാൻ ഇൻക്ലൂഡ് ചെയ്യാം. ഓക്കെ, സോ ഇത്രയാണ് 5 ഇയർ പ്ലാനിൽ നമുക്ക് മെയിനായിട്ട് പഠിക്കാനുള്ള കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. നല്ല രീതിക്ക് ഇതൊന്ന് അറിഞ്ഞിരുന്ന് പിന്നെ ഒന്ന് റിവൈസ് ചെയ്താൽ മാത്രം മതി. വളരെ ഈസി ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഇനി അടുത്ത വീഡിയോയിൽ നമ്മൾ അടുത്തൊരു ഹോട്ട് ടോപ്പിക്കായിട്ടായിരിക്കും വരുന്നുണ്ടാവുക. സോ അതുവരെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഡിഗ്രി പ്രിലിംസ് എക്സാമിനോ അല്ലെങ്കിൽ PSCക്ക് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർക്കോ ഈ വീഡിയോ അല്ലെങ്കിൽ ഞങ്ങളുടെ ചാനലിൽ നിന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്കൊരു ഗ്രൂപ്പ് ഉണ്ട് PSCയിൽ, നോർമലായിട്ട് നോട്ടിഫിക്കേഷൻസും കൺഫർമേഷൻ മെസ്സേജസും എല്ലാം നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നൊരു ഗ്രൂപ്പുണ്ട്. അതിലോട്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം. അതല്ലാതെ PSCയിൽ സയൻസിന് റിലേറ്റ് ചെയ്തിട്ടുള്ള എക്സാമിന് മാത്രമായിട്ടുള്ളൊരു ഗ്രൂപ്പ് കൂടെ ഉണ്ട്. അതിൻ്റെ ലിങ്കും ഞാൻ കമൻറ്റ് സെക്ഷനിൽ കൊടുക്കാം. 2 ചാനൽ ലിങ്കും ഞാൻ കമൻറ്റ് സെക്ഷനിൽ കൊടുക്കാം. SSCക്കാണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് നമുക്കൊരു ടെലഗ്രാം ചാനലുണ്ട്. ആ ലിങ്ക് ഞാൻ കമൻറ്റ് സെക്ഷനിൽ തന്നെ കൊടുക്കാം, പിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. നമ്മൾ ഡെയിലി പോൾ ക്വസ്റ്റ്യൻസും അതേപോലെ MCQസും നമുക്ക് പറ്റുന്ന രീതിക്കുള്ള മോക്ക് ടെസ്റ്റ് എല്ലാം കണ്ടക്ട് ചെയ്യാറുണ്ട്. ഫ്രീ ആണെല്ലാം. സോ താല്പര്യമുള്ളവർക്ക് ചാനലിൽ ജോയിൻ ചെയ്യാം. സോ താങ്ക് യു.